വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നിരിക്കുകയാണ്. ഈ മേഖലയെ സംരക്ഷിക്കുക, കീം പ്രതിസന്ധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കുക, സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുക, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ABVP മാർച്ച് നടത്തുകയാണ്. സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് DDE ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം ഇത് കാണുന്നത്, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ്. ഖേദം പ്രകടിപ്പിക്കുന്നു, ആദ്യം പറഞ്ഞത് മാറിപ്പോയതിൽ. നഗരസഭയിലെ അനധികൃത നിയമന ആരോപണത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, നഗരസഭയ്ക്ക് മുമ്പിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ച്. അത് തടഞ്ഞു പോലീസ്. ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചിരുന്നു. അതിന് എതിരെ യുവമോർച്ച പ്രവർത്തകർ, BJP പ്രവർത്തകരുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രതിരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിട്ടു. സമരം കടുപ്പിക്കുകയാണ് യുവമോർച്ച. അനധികൃത നിയമന ആരോപണത്തിലാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുമ്പിലാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. ടിൻഡു ദാസ് കൂടി ചേരുന്നു. ടിൻഡു, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാരിക്കേഡിന് പുറകുവശമാണ്. അവിടെ യുവമോർച്ച പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, നഗരസഭയ്ക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. 2 തവണയായിട്ട് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രധാനമായിട്ടും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ നിരവധി അഴിമതി ആരോപണങ്ങൾ. ഈ അഴിമതി ആരോപണങ്ങളെല്ലാം ഒന്നൊന്നായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് യുവമോർച്ച രംഗത്തേക്ക് എത്തിയത്. 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പുതുതായിട്ട് വരുന്ന അഴിമതി ആരോപണം എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ട് ഇത്തരത്തിലൊരു തൊഴിൽ പട്ടികയില് കൗൺസിൽ കൂടിയായിട്ടുള്ള കഴക്കൂട്ടം കൗൺസിൽ കൂടിയായിട്ടുള്ള KS സർവേയെ തിരികെ കയറ്റിയത് നിയമവിരുദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലുകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ആ പ്രതിഷേധത്തെ തുടർച്ചയായിട്ട് ഇന്ന് രാവിലെ നഗരസഭ BJP കൗൺസിലുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ സെക്രട്ടറി, നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിലും മേയറുടെ ഓഫീസിന് മുന്നിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം
ആ പ്രതിഷേധം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് യുവമോർച്ച ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെട്ടിട നികുതി ഫണ്ട് തട്ടിപ്പ്, പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് വിതരണത്തിലെ ഫണ്ട് തട്ടിപ്പ്, ഇഷ്ടക്കാരെ തിരികെ കയറ്റുക, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടത്തി വരുന്ന പ്രതിഷേധങ്ങൾ. ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും. ഇപ്പോൾ പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നഗരസഭയ്ക്കകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കമായിട്ടുണ്ട്, തമ്മിൽ വാക്കേറ്റമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നഗരസഭയിലെ അഴിമതിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആ പ്രതിഷേധം ഇപ്പോൾ തലസ്ഥാനത്ത് ഈ നഗരസഭയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും തർക്കവുമായിട്ടുണ്ട്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. 671 പേര് വരുന്ന അല്ലെങ്കിൽ 671 പട്ടികകൾ ഉൾപ്പെട്ട 56ഓളം പേര് വരുന്ന 56ഓളം പേര് വരുന്ന പട്ടികയിലാണ് കൗൺസിലർ BJP LDF കൗൺസിലർ കളകുട്ടം LDF കൗൺസിലർ KS ഹരിത ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഹരിതയുടെ നിയമനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ആദ്യം ചർച്ചയാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ നിയമനിർദ്ദേശമാണ് ആദ്യം ചർച്ചയാകേണ്ടത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. ഗായത്രി ബാബുവാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. വൻഷീർ ബാബുവിന്റെ മകളാണ്. അപ്പോൾ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാത്രം ചർച്ചയായിട്ട് പിന്നീട് അത് ധനകാര്യ കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ആ അജണ്ട അംഗീകരിക്കാൻ സാധിക്കില്ല. അത്തരം അജണ്ടകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ അജണ്ടയിൽ വന്ന തീരുമാനമാണ് ഇത്തരത്തിൽ KS ഹരിതയെ അനധികൃതമായിട്ട് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ ജോലിക്കെടുക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഏതാണ്ട് 56 ഒഴിവുകളാണ് നഗരസഭ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് റിപ്പോർട്ട് നൽകിയത്. അതിൽ പ്രകാരം 56 × 12 671 പേരുടെ പട്ടിക തയ്യാറാക്കാനായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പറയുന്നു. അതിൽ 56 പേര് ഉൾപ്പെട്ടിട്ടുള്ള പട്ടികയിൽ 671 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ 56 പേര് ഉൾപ്പെട്ട പട്ടികയിൽ ഹരിതയും വരുന്നു. ഹരിതയുടെ നിയമനം അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രാവിലെ BJP കൗൺസിലർമാര് മേയറുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സെക്രട്ടറിയുടെയും അതായത് നഗരസഭാ സെക്രട്ടറിയുടെ മുറിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. മേയർ ഇതിൽ തന്നെ നഗരസഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന അഴിമതിക്കെതിരെയാണ് BJP പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള BJP കൗൺസിലർമാർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ പോലും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ അത് മേയറിന് ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ തെറ്റാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിൽ ഈ കൗൺസിലർ അതായത് KS ഹരിത കൗൺസിലറായിട്ട് തുടരുന്നില്ല. അതായത് ഈ നിയമനം വന്നതിന് ശേഷം അവർ കൗൺസിലറായിട്ടാണോ അല്ലെങ്കിൽ ജോലി ചെയ്യാനാണോ താല്പര്യമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ തദ്ദേശ കാലാവധികൾ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് നഗരസഭയിലെ കൗൺസിലർമാരെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന നിലപാടിലേക്കാണ് LDF കടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം പാർലമെന്റുകാരി അംഗം കൂടിയായിട്ടുള്ള MR ഗോപൻ ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഉയർത്തുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ അത്തരത്തെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവരും ഈ BJP അല്ലെങ്കിൽ പ്രതിപക്ഷ കൗൺസിലർമാരും പറയുന്നത്. അപ്പോൾ നഗരസഭയിലെ ഇത്തരം നിരന്തരം വരുന്ന അഴിമതി ആരോപണങ്ങളിൽ ഒരു തുടർച്ചയായിട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അത് എത്തേണ്ട കൈകളിൽ എത്തുക, ആനുകൂല്യങ്ങൾ എത്തേണ്ട കൈകളിൽ എത്തുക, അതൊക്കെയാണ് ഒരു പക്ഷേ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP കൗൺസിലർമാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. പട്ടികജാതി ഫണ്ട് തട്ടിപ്പാണെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട പല ആദായങ്ങളും പല ആനുകൂല്യങ്ങളും യഥാർത്ഥ കൈകളിൽ എത്തിച്ചേരുന്നില്ല. അതെപ്പോഴും ഇത്തരത്തിൽ LDF കൗൺസിലർമാരുടെയൊക്കെ കൈകളിലൂടെ കടന്ന് അത് അല്ലെങ്കിൽ അനർഹപ്പെട്ട ആളുകളുടെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിട നികുതി ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം, അതോടൊപ്പം തന്നെ അവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗജന്യ പദ്ധതികളും അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനധികൃത കൈകളിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ച പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും
വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുകയാണ്. ഉള്ളിൽ BJP കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നുണ്ട്, പുറത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി ആരോപണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അഴിമതി നഗരസഭയിലെ അഴിമതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് BJPയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ യുവമോർച്ചയും തീരുമാനിച്ചിട്ടുള്ളത്. അനു, തീർച്ചയായും എന്തായാലും ഈ പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പലതവണ പ്രയോഗിക്കുകയുണ്ടായി. നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ടിൻഡു 2 തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ച് കഴിഞ്ഞിരുന്നു. എന്തായാലും നമുക്കറിയാം, ടിൻഡു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നഗരസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP കൗൺസിലർമാർ നടത്തുന്നുണ്ട്. സ്വാഭാവികമാണ്, കാരണം ഈ നഗരസഭയുടെ കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവസാന നിമിഷവും ഇഷ്ടക്കാരെ തിരികെ കയറ്റാനായി അല്ലെങ്കിൽ അനധികൃത നിയമനങ്ങൾ നടത്താനായി ഇത്ര വ്യഗ്രത, ഇത്ര തിടുക്കം എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉന്നയിക്കേണ്ടതാണ് പ്രതിപക്ഷം. അത് മാത്രമാണ് ചെയ്തത്. പക്ഷേ പ്രകോപനപരമായി പിന്നീട് പ്രതികരിച്ച ഇടത് കൗൺസിലർമാരെ നമ്മൾ കാണുകയുണ്ടായി. ഇതിനൊരു മറുപടി പറയാൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല? തീർച്ചയായിട്ടും അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് ഏതാണ്ട് 5ാമത്തെ തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഈ അഴിമതി ആരോപണങ്ങൾക്കെതിരെ BJP കൗൺസിലർമാർ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾക്കെതിരെ വ്യക്തമായ മറുപടി പറയാൻ LDF കൗൺസിലർമാർക്കോ LDF ഭരണസമിതിക്കോ നഗരസഭാ ഭരണസമിതിക്കോ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് ഇപ്പൊ KS ഹരിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന LDF കൗൺസിലർമാർ പറയുന്ന വാദം എന്ന് പറയുന്നത്, അതായത് LDF കൗൺസിലർമാർ പറയുന്ന വാദം എന്ന് പറയുന്നതാണ്, അവർക്ക് ഒരുപക്ഷെ ഇത് ജോലി ലഭിച്ചാൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവർക്ക് തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. തൊഴിലിന് പോകണമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധിയായി തുടരുമോ എന്നുള്ള കാര്യം അവർക്ക് തീരുമാനിക്കാം. അതൊരു ന്യായം മാത്രമാണ്, പക്ഷെ അതൊരു ന്യായീകരണം മാത്രമാണ്, അതൊരു വ്യക്തമായിട്ടുള്ള മറുപടിയല്ല. അതൊരു എങ്ങനെ ഇവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർ പറയുന്നത് 2016 മുതൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് യോഗ്യതാ പട്ടികയിൽ ഹരിത ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. പക്ഷേ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജനപ്രതിനിധിയാണ്, അവരൊരു കൗൺസിൽ കൂടിയാണ്. അവർ കൗൺസിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു ജോലിക്ക് നേടാൻ കഴിയണമെങ്കിൽ ഇതിന് സമാനമായി തന്നെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ CPMന്റെ തിരുവല്ല കൗൺസിലർക്ക് സമാനമായ രീതിയിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. അവര് പിന്നീട് കൗൺസിലറായി തുടർന്നില്ല. പിന്നീട് കൗൺസിലർ കാലാവധി കഴിഞ്ഞിട്ടും അവർ അല്ലെങ്കിൽ ആ കൗൺസിലർ ഈ നഗരസഭ നൽകിയ ജോലി തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ, സ്വജനപക്ഷപാതം, ഇഷ്ടക്കാരെ സ്ഥിരീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. നഗരസഭ അത്തരത്തിൽ അഴിമതി കാണിക്കുമ്പോൾ പല ഘട്ടത്തിലും BJP കൗൺസിലർമാർ ഇത് നിരവധി തവണ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴും വ്യക്തമായ മറുപടി പറയാൻ ഇവർക്കില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവിധ നഗരസഭാ കൗൺസിലുകളിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭരണപക്ഷ കൗൺസിലർമാർ തന്നെ അല്ലെങ്കിൽ ഭരണപക്ഷ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുകയും പ്രതിപക്ഷ കൗൺസിലർമാരെ വായടപ്പിക്കാൻ ശ്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വനിതാ കൗൺസിലർമാരെ തല്ലിച്ചതയ്ക്കുകയും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്ത് അത് പല അജണ്ടകളും അങ്ങനെയാണ് ഒരുപക്ഷെ നഗരസഭയിൽ നടപ്പിലാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നമ്മൾ ഒരു 3-4 മാസമായിട്ട് പരിശോധിക്കുകയാണ്. നഗരസഭയിലെ ഒരു കൗൺസിൽ യോഗം പോലും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. എല്ലാ കൗൺസിൽ യോഗങ്ങളിലും ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇടത് കൗൺസിലർമാർ ആക്രമിക്കുന്നു, ഇടത് കൗൺസിലർമാർ ഇവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ നഗരസഭയിൽ ഇത്തരം കൗൺസിൽ യോഗങ്ങൾ അലങ്കോലപ്പെടുകയും അവിടെ വെച്ച് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ കൗൺസിൽ അജണ്ട അവർ പാസ്സാക്കിയെടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ അജണ്ടകൾ പാസ്സാക്കുന്നതിന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തലസ്ഥാനത്ത് എന്തുമാത്രം സമരങ്ങൾ നടക്കുന്നു. SFI പ്രവർത്തകർ നേതൃത്വ സമരങ്ങൾ നടക്കുന്നു, DYFI പ്രവർത്തകർ നേതൃത്വ സമരങ്ങൾ നടക്കുന്നു. സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടങ്ങൾ ചവിട്ടിത്തുറന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് ചെന്നു. അപ്പോഴൊന്നും പോലീസിന്റെ ലാത്തി ഉയർന്നിട്ടില്ല, അപ്പോഴൊന്നും പോലീസിന്റെ ജലപീരങ്കികൾ ഇത്രയധികം ചലിച്ചിട്ടില്ല, അപ്പോഴൊന്നും പോലീസ് ഇത്രയും ദോഷാവുകളായിട്ടില്ല. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ലാത്തികൾ ഉയരുന്നു, അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ട സമരങ്ങൾക്ക് വിപരീതമായിട്ട് ആ നഗരസഭയിലെ ഒരു പ്രധാന അഴിമതി ആരോപണത്തിൽ എങ്ങനെയാണ് ആ സമരത്തെ പോലീസ് നേരിടുന്നതെന്നാണ് ഘട്ടത്തിൽ കാണേണ്ടത്. കാരണം ബാരിക്കേഡുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട SFIയുടെയും DYFIയുടെയും ഒക്കെ സമരങ്ങളിൽ കണ്ടതാണ് വളരെ സുരക്ഷിതമായ വസ്തുതകൾ വച്ച് പ്രതിരോധിക്കാനും മറുപടി പറയാനും അല്ല മേയർ ആര്യ രാജേന്ദ്രനും മറ്റ് ഇടത് കൗൺസിലർമാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നുകൂടി ദൃശ്യങ്ങൾ തെളിവാണ്. നമുക്ക് കാണാം.
അഖിൽ പാലോട്ടുപടം കൂടി ചേരുകയാണ്. അഖിൽ, ന്യായമായ ചോദ്യമാണ് പ്രതിപക്ഷത്തിൻ്റെത്. കാരണം മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്. അതിന് മുൻപായിട്ട് പോലും ഇത്ര തിടുക്കം എന്തിനായിരുന്നു ആ ബില്ലുകൾ പാസ്സാക്കാൻ? ഇനി പഴയ കാലം നോക്കുകയാണെങ്കിൽ 2016 മുതലുള്ള ഇത്തരത്തിൽ സമാനമായ അനധികൃത നിയമനങ്ങൾ ഓരോന്നായി എടുത്ത് ചോദിക്കുമ്പോഴും മൗനം എന്തേ മേയർക്ക്? യുവമോർച്ച മാർച്ചാണ് നമ്മൾ തത്സമയം കാണുന്നത്. തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടത്തിയ യുവമോർച്ച മാർച്ച്, അനധികൃത നിയമനങ്ങൾക്കെതിരെയുള്ള മാർച്ച്. ഇത് ഒരു സംഘർഷത്തിലേക്കാണ് കലാശിച്ചിരിക്കുന്നത്. ഇപ്പോഴും തുടരുകയാണ് അവിടെ. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കേണ്ടായി. മാത്രമല്ല, ലാത്തി വീശുകയുണ്ടായി. പെൺകുട്ടികൾ അടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അഖിൽ, അനു, ഈ 2020 ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ ഭരണം അധികാരത്തിലേക്ക് എത്തുന്നത്. 5 വർഷം തികഞ്ഞ ഈ നഗരസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അസമാനതകളില്ലാത്ത അഴിമതി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ ദിവസവും അരങ്ങേറുന്നത്. നിരവധിയായ സമരങ്ങളാണ് ഇതിനു മുമ്പും BJP കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർക്ക് പോലും, ഇടത് കൗൺസിലർക്ക് പോലും പിൻവാതിലൂടെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജോലി നൽകി കൊടുക്കുന്ന, അല്ലെങ്കിൽ ജോലി വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് കാണുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJP നേതൃത്വം വ്യക്തമാക്കിയതുപോലെ കഴക്കൂട്ടത്തെ കൗൺസിലർ കവിതയാണ് ഇത്തരത്തിലൊരു നിയമനം നേടിയിട്ടുള്ളത്. അത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. ആ ലിസ്റ്റിലുള്ളവരെ തിരുവനന്തപുരം നഗരസഭ തന്നെ ഇന്റർവ്യൂ നടത്തുന്നു. ആ ഇന്റർവ്യൂ നടത്തിയ ഭരണസമിതി തന്നെ ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു കൗൺസിലറെ ജോലിക്ക് എടുക്കുന്നു. വിചിത്രവും എത്ര വിചിത്രം എന്നല്ലാതെ നമുക്കിതിനൊന്നും പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ ഈ ലക്ഷോപലക്ഷം വരുന്ന യുവാക്കളാണ് ജോലി എന്ന മോഹവുമായി, പഠിച്ച് ജോലി എന്ന സ്വപ്നവുമായി കേരളത്തിലെ PSC പരീക്ഷകൾ എഴുതി, കേരളത്തിലെ ഭാഗ്യ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നിരവധിയായ സമരങ്ങൾ നിരവധി കണ്ടതാണ്. വനിതാ CPIമാരുടെ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ, നിരവധിയായ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് കയറുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സമരങ്ങൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ കണ്ട പ്രേക്ഷകർ നഗരത്തിൽ കണ്ടവരുമാണ് നമ്മൾ. അങ്ങനെ ഒരു ജോലി എന്ന സ്വപ്നം കാത്തിരിക്കുന്ന ഇതിനിടയിലാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന നഗരസഭയുടെ അധികൃതർ തന്നെ, അതിന് നേതൃത്വം നൽകുന്നവർ തന്നെ സ്വന്തം ഇഷ്ടക്കാരെയും അതുപോലെ സ്വന്തം പാർട്ടിക്കാരെയും എല്ലാം തന്നെ ഇത്തരത്തിൽ ജോലിക്കെടുക്കുന്നു എന്ന വിചിത്രമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ യുവമോർച്ചയുടെ മാർച്ചാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക്, പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയ്ക്ക് യുവമോർച്ച നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. ആ മാർച്ച് ആദ്യമെത്തെയും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ആരംഭിക്കുമ്പോൾ തന്നെ പോലീസ് ബോധപൂർവമായി പ്രവർത്തകർക്ക് നേരെ അതിശക്തമായ ജലപീരങ്കി പ്രയോഗമായിരുന്നു ആരംഭിച്ചത്. 5 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം നടത്തിയത്. ആദ്യം രാവിലെ തന്നെ BJP കൗൺസിലർമാർ ഈ നഗരസഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം തീർത്തിരുന്നു. മേയറെ അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ ഈ കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ, BJP കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും കൗൺസിലറുമായ VV രാജേഷ് തന്നെ നേരത്തെ വ്യക്തമാക്കിയത് ഏതർത്ഥത്തിലാണ് ഇത്തരത്തിലൊരു നിയമനം നടത്താൻ ഈ നഗരസഭ മുതിർന്നത് എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയത്, നമുക്ക് നേരത്തേക്ക് തന്നെ നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഒരു നിയമനം നടത്തുക എന്ന് പറയുന്നത് അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഒരു നിയമന ശുപാർശ എപ്പോഴും ഉണ്ടാവുക. കാരണം ഇതിന്റെ സാമ്പത്തിക ശുചി, അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത്, മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം, എല്ലാ കാര്യത്തിലും ഒരു താരിഫ് തയ്യാറാക്കി അതിന് മുൻതൂക്കം നൽകുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. പക്ഷേ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരുവനന്തപുരം നഗരസഭയിൽ BJP കൗൺസിലർമാർക്ക് മുൻതൂക്കമുള്ള ഒരു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴി, അതായത് നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇതുപോലുള്ള അഴിമതിക്ക് മേയർക്കൊപ്പം കൂടെ നിന്നിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഗായത്രി ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകർ, അതിനൊപ്പം തന്നെ BJP കൗൺസിലർമാരും ശക്തമായ പ്രതിരോധം തീർത്ത്, ശക്തമായ സമരം തീർത്ത് അവർ നഗരസഭയുടെ കവാടത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും BJP പ്രവർത്തകരുടെ സമരത്തെ ബോധപൂർവമായിട്ടാണ് ആ കൗൺസിലർമാരെ, അല്ലെങ്കിൽ കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ
ഈ സമരത്തെയും പോലീസും നേരിടുന്നത്. 5 തവണയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ശക്തമായ ജലപീരങ്കി പ്രയോഗം നടത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടർന്നു കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP പ്രവർത്തകരാകട്ടെ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഇപ്പോഴും ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത് കൗൺസിലർമാരുണ്ട്, അതുപോലെ തന്നെ നേതൃത്വമുണ്ട്. യുവമോർച്ച പ്രവർത്തകരെല്ലാവരും ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ്. സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോഴും സമാനമായി നിൽക്കുന്നത്. ഇവിടെ സമരവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബോധപൂർവമായി ഒരു അക്രമം അഴിച്ചുവിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ച VV രാജേഷ് അടക്കമുള്ളവർ ഇത് നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാർ നടത്തിയ ഈ സമരത്തെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന ഒരു ആരോപണം VV രാജേഷ് ഉന്നയിച്ചിരുന്നു. കാരണം അതിൽ പ്രധാനമായും പറയുന്നത് BJPയുടെ വനിതാ കൗൺസിലർമാരെ, ഒരു വനിതാ കൗൺസിലറെ പിടിക്കുന്നതിലേക്ക് വേണ്ടി 4, 5, 6 പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നതായിരുന്നു അവർ ഒരു ആരോപണമായി ഉന്നയിച്ചത്. ബോധപൂർവമായി ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സമരത്തെ കായികമായി നേരിടുക എന്ന ലക്ഷ്യം തന്നെയാണ് പോലീസും വച്ചു പുലർത്തുന്നതെന്ന ഒരു ആരോപണം കൂടി BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സമരം ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. BJP പ്രവർത്തകരാകട്ടെ ഈ നഗരസഭയുടെ കവാടം, അതായത് മതിൽക്കെട്ടുകൾ താണ്ടി ഇപ്പുറത്തേക്ക് വരിക എന്ന ഉറച്ച ലക്ഷ്യവുമായി അവരും സമരരംഗത്ത് തുടരുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യവുമായി കൗൺസിലർമാരും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 6ാമത്തെ തവണയാണ് പോലീസ് ശക്തമായ രീതിയിൽ, നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അതീവ ശക്തിയാർന്ന രീതിയിലാണ് ജലപീരങ്കി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നടത്തുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. ആ സമരത്തെ ബോധപൂർവമായി തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ സമരത്തിന് BJP പ്രവർത്തകരും നേതൃത്വം നൽകുന്നത്. എന്തായാലും BJP പ്രവർത്തകർ ഈ കവാടത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അകത്ത് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം കൂടി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പുറത്ത് BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അഖിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാതെ സ്വന്തം കോർപ്പറേഷനിലെ നിയമന പ്രക്രിയയുടെ ഭാഗമായി അതിന് ഉത്തരം പറയാതെയാണ് കവിത ആ നിയമനം സ്വീകരിക്കാൻ പോലും തയ്യാറായത് എന്നത് വസ്തുത. ഇതിൽ ഭരണകക്ഷിക്കുള്ളിൽ അല്ലെങ്കിൽ CPM-നുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ട് എന്നുകൂടി വാർത്ത വരുന്നുണ്ടായിരുന്നല്ലോ അഖിൽ. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. അനൂക്, ആദ്യഘട്ടത്തിൽ ഇതുപോലൊരു പിൻവാതിൽ നിയമനം നടത്തുന്നത് പാർട്ടി സെക്രട്ടറി, അതായത് ആനാവൂർ നാഗപ്പൻ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഒരു നിയമനത്തിന്, അതായത് വിവിധ തസ്തികകളിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഒഴിവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആര്യ രാജേന്ദ്രൻ മേയറുടെ ലെറ്റർ പേഡിൽ തന്നെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമാവുകയും അതിനെതിരെ BJP തന്നെ വലിയ സമരം നഗരസഭയ്ക്കുള്ളിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ വിവാദമാവുകയും ആ കാര്യം പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം പാർട്ടിയുടെ സമ്മേളന കാലയളവിലാണ് അത്തരത്തിലൊരു കത്ത് പുറത്തു വന്നത്. അത് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയതയുടെ കൂടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു കത്ത് പുറത്തേക്ക് വന്നത് എന്നൊരു ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. കാരണം CPM-ന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആനാവൂർ നാഗപ്പനെ മാറ്റുക എന്ന ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യമുണ്ട്. അത് നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM-ന്റെ ഒരു ലോബിയുടെ കൂടി ഒരു ആലോചനയുടെ ഭാഗമായിരുന്നു ആ കത്ത് പുറത്തേക്ക് വന്നതെന്ന് അന്ന് തന്നെ വലിയ ആരോപണം പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കൗൺസിലർക്ക് തന്നെ സ്വാഭാവികമാണ് നിരവധിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അവർ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയും അവരുടെ പഠനത്തിനനുസരിച്ചുള്ള പരീക്ഷകൾ നേരിടുകയും ആ പരീക്ഷകൾ പാസ്സായി ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധങ്ങളായ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ചെറുപ്പക്കാരായ ചില കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ തന്നെ അത്തരത്തിൽ പഠനം നടത്തുകയും അതിനോടൊപ്പം തന്നെ പരീക്ഷകൾ എഴുതുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു പരീക്ഷ എഴുതിയാണ് കവിത ജോലി നേടിയതെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം. പക്ഷേ CPM-ന് നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നൽകിയ വേക്കൻസി റിപ്പോർട്ടിന്റെ ഭാഗമായി അവിടെ നിയമനത്തിലേക്ക് 56 പേരെത്തുന്നു. അതിൽ 56 പേരിൽ ബഹുഭൂരിപക്ഷം പേരും CPM പ്രവർത്തകർ എന്നതാണ്. ദൃശ്യങ്ങളിൽ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. സ്ക്രീനിന് വലതുവശത്തായി കാണുന്നത് തിരുവനന്തപുരത്ത് BJP യുവമോർച്ച പ്രതിഷേധമെങ്കിൽ ഇടതുവശത്ത് കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ABU
ABVP അവിടെ പ്രതിഷേധത്തിലാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച ചൂണ്ടിക്കാട്ടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ABVP പ്രതിഷേധിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ABVPയുടെ പ്രതിഷേധം അതും കടുക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല അടക്കം ഇത്രയധികം തകർന്നടിഞ്ഞ സാഹചര്യം, വിവിധ ആവശ്യങ്ങളുണ്ട് അവർക്ക്. ഈ കീം വിവാദവുമായി ബന്ധപ്പെട്ട്, കീം പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ് ABVPയുടെ സമരം. മാത്രമല്ല PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം, ആ പദ്ധതിയിൽ ഒപ്പിട്ടേ മതിയാകൂ സംസ്ഥാനം കേരളം എന്ന ആവശ്യം അത് ഏറെ കാലമായി ABVP ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച ഏക വിദ്യാർത്ഥി സംഘടന കൂടിയാണ് ABVP. DDE ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രതിഷേധങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. തിരികെ തിരുവനന്തപുരത്തിലേക്ക് എത്തിയാൽ അഖിൽ പറഞ്ഞത് തുടരാം. സൂചിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യമാണ്, നമ്മൾ ട്രെയിനുകളിൽ 2 സമരങ്ങളാണ് കേരളത്തിലെ പ്രേക്ഷകർക്ക് മുമ്പിൽ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന തൊഴിൽ തട്ടിപ്പാണ്. അതായത് വിദ്യാർത്ഥികളും യുവജനങ്ങളും പഠിച്ച് തൊഴിലെന്ന സ്വപ്നവുമായി നിൽക്കുമ്പോഴാണ് CPMന്റെ നേതൃത്വത്തിൽ, LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പിൻവാതിൽ നിയമനം നടത്തി ആ അല്ലെങ്കിൽ ആ പിൻവാതിൽ നിയമനം വഴി പാർട്ടിക്കാരെ തെരുമിക്കേറ്റുന്നതിനെതിരെ യുവമോർച്ചയുടെയും BJPയുടെയും സമരം നടക്കുന്നത്. അതേ വശത്ത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ABVPയും സമരം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പലതവണയാണ് ആ കാര്യം ചൂണ്ടിക്കാട്ടിയത്. കാരണം കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ടായിരുന്നു കേരളത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് കീം എന്ന എക്സാമിനേഷനിൽ ബന്ധപ്പെട്ട കേരളത്തിലെ സിലബസിലെ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ മങ്ങുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ABVPയുടെ ഭാഗത്ത് കോഴിക്കോട്ടും സമരമുണ്ടാകുന്നത്. അങ്ങനെ 2 സമരങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് എങ്കിൽ മറ്റൊന്ന്, നഗരസഭകളിൽ നടക്കുന്ന CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പിൻവാതിലുകൾ ചൂണ്ടിക്കാട്ടിയാണ് മറ്റൊരു സമരം ഉണ്ടാകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കേരളത്തിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കാരണം നമ്മൾ പലതവണ കേരളത്തിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നീണ്ടു നിന്ന സമരങ്ങൾ BJP കൗൺസിലർമാരെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ അതിലേക്ക് കൂടി എത്തുകയാണ്. ഈ നിയമന പട്ടിക എടുത്താലും അഖിൽ, നമ്മൾ കവിതയുടെ നിയമനം മാത്രമാണ് പറഞ്ഞത്, കൗൺസിലറിന്റെ നിയമനം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഈ 56 ഒഴിവുകൾ ഉള്ള ഈ നിയമന പട്ടിക എടുത്താലും അതിലെ ആദ്യ റാങ്കുകാരൊക്കെ ആരാണ്? സ്വാഭാവികമായിട്ടും അതുകൂടി പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ തന്നെയാണ് എന്ന് മനസ്സിലാകുമല്ലോ. മേയറുടെ ഓഫീസിലെ തന്നെ ജീവനക്കാർക്ക് ഉൾപ്പെടെ ഈ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ ആദ്യ സ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇടം പിടിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം കൂടി. ഇതിൽ പട്ടിക ഇതുവരെ പുറത്തേക്ക് വന്നില്ല. അത്തരത്തിലൊരു നിയമനം നടത്താനുള്ള ശുപാർശ മാത്രമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. കാരണം ആ പട്ടിക പൂർണ്ണമായും പുറത്തേക്ക് വന്നാൽ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേര് വിവരങ്ങൾ, അത് ആരൊക്കെയാണ് എന്നുള്ള വാർത്ത വന്ന സ്ഥിതിക്ക് ആ പട്ടികയിൽ തിരുത്തുണ്ടാകുമല്ലോ അല്ലേ അഖിൽ? സ്വാഭാവികമായും. കാരണം ഇത്രയധികം പ്രതിഷേധങ്ങൾ ജനങ്ങൾ കാണുകയല്ലേ ഇപ്പോൾ ഇത് ജനസമക്ഷത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക്. എന്തായാലും ഒരു തിരുത്തുണ്ടാകുമെന്ന് സാമാന്യ ഒരു മലയാളി പ്രതീക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ അത്തരത്തിലൊരു തിരുത്തൊന്നും ഇതുവരെ ഉള്ള ഒരു കാര്യത്തിലും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് നിരവധിയായ കാര്യങ്ങളിലുണ്ട്. SC ഫണ്ട് തട്ടിപ്പ്, അത് DYFയുടെ നേതാക്കൾ നേരിട്ട് ആ നഗരസഭാ ഭരണം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പാണ് SC ഫണ്ട് തട്ടിപ്പ്. അതിനുശേഷമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന ലാപ്ടോപ്പിലുണ്ടായ അഴിമതിയാണ്. അതോടൊപ്പം തന്നെ നടത്തിയ മറ്റൊരു അഴിമതിയാണ് മാലിന്യമുക്തമായിട്ടുള്ള നഗരസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗത്തിലുണ്ടായ ഒരു തട്ടിപ്പ്. മറ്റൊന്ന് തട്ടിപ്പായി ഇവർ BJP ഉയർത്തിക്കാട്ടുന്ന ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ്. അതിനോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ മറ്റൊരു തട്ടിപ്പാണ്. ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നഗരസഭാ ഭരണത്തിന്റെ വിവിധങ്ങളായ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു തിരുത്തുണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടിരുന്നു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും സമരവുമായി BJP കൗൺസിലർമാർ അതുപോലെ തന്നെ BJP പ്രവർത്തകർ ഇപ്പോഴും നഗരസഭാ കവാടത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP കൗൺസിലർമാരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക്
സമരം പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും സമരം ഇപ്പോൾ ഫ്രണ്ടിൽ കവാടത്തിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന സംസ്ഥാന സെക്രട്ടറി PV രാജേഷ്, അതുപോലെ തന്നെ മറ്റു കൗൺസിൽ പാർട്ടി നേതാക്കൾ തുടക്കമുള്ള ആൾക്കാരെല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് പ്രതിഷേധങ്ങൾ. ഒന്ന്, തിരുവനന്തപുരം നഗരസഭയിലേതുൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ CPM ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനുകളിലെ നിയമന അഴിമതിക്കെതിരെ BJP യുവമോർച്ച പ്രവർത്തകർ, BJP കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പ്രതിഷേധം. മറ്റൊന്ന്, കോഴിക്കോട് നിന്നുള്ള കാഴ്ചയാണ്. വിദ്യാഭ്യാസ രംഗത്തെ അനീതിക്കെതിരെയുള്ള ABVP-യുടെ പ്രതിഷേധം. ഈ രണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.